നമ്മൾ ഉദ്ഘാടനവേളയിൽ സംസ്ഥാനത്ത് മുഴുവൻ ഓഫീസർമാരെ എറണാകുളം സമ്മേളനം ഉദ്ഘാടനത്തിൽ വിശദാംശങ്ങൾ പറഞ്ഞത്. പിന്നെ അതിനുശേഷം കാലക്രമത്തിൽ ഒരു പുതിയ കമ്മിറ്റി രൂപം കൊണ്ടിട്ടുണ്ട്. ഡയറക്ടർ ബോർഡ് വന്നിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റാണ് സെക്രട്ടറി സെക്രട്ടറി. പിന്നെ ഈ സമ്മേളനവേദിയിൽ ഇവിടെ കൗണ്ടർ തന്നെ വെച്ച് എല്ലാ ജില്ലാ കമ്മിറ്റികൾക്കും ഈ സൊസൈറ്റിയുടെ അംഗത്വം കൊടുക്കുന്നതിനുള്ള അപേക്ഷാ ഫാറം കൊടുത്തിട്ടുണ്ട്. ആ അംഗങ്ങളാക്കിക്കൊണ്ട് ഈ സൊസൈറ്റിയെ വിപുലീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇതിന് മറ്റു കാര്യങ്ങളൊന്നും ഇതിനകത്ത് ഡിസ്ക്ലോസ് ചെയ്യാനില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പൊ പുതിയൊരു ഡയറക്ടർ ബോർഡ് വന്നിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങൾ കൂടി പറഞ്ഞു. ഇനി ഇതിനകത്ത് സംസ്ഥാനത്തിൽ മുഴുവൻ എക്സൈസ് ഉദ്യോഗസ്ഥന്മാർക്കും അംഗങ്ങളാക്കുന്നതിനുള്ള അപേക്ഷാ ഫാറമാണ് കൊടുത്തിട്ടുള്ളത്. ആ അപേക്ഷാ ഫാറത്തിൽ അതിന്റെ വിശദാംശങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് ജില്ലാ സെക്രട്ടറി വഴിയോ അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റ് വഴിയോ ജില്ലാ കമ്മിറ്റികൾ വഴി ഈ സൊസൈറ്റിയിലേക്ക് അവർക്ക് അംഗങ്ങളായതിനു ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ അത് കമ്മിറ്റി ഡയറക്ടറോട് ബോർഡ് തീരുമാനിക്കും. അതാണ് അതിന് പറയാൻ. അല്ലാതെ മറ്റൊന്നും പറയാൻ കൊണ്ടുണ്ടാകില്ല. സൊസൈറ്റിക്ക് ഇപ്പോൾ ഏകദേശം 1.5 ലക്ഷം രൂപ മാത്രമേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ അത് ഈ ഡയറി ഇറക്കി കഴിഞ്ഞ വർഷം 2003 ഡയറി ഇറക്കി സൊസൈറ്റിയാണ്. അതിന്റെ പരസ്യങ്ങൾ നൽകിയതിന്റെ പല ജില്ലകളിലും ഇനി കിട്ടാൻ 1.5 ലക്ഷം രൂപ നമ്മൾ രാധാകൃഷ്ണൻ സൂപ്പർ നമ്മൾ 20 രാധാകൃഷ്ണൻ കടം വാങ്ങിക്കാണ് അതിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഡയറി ഇറക്കി. അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നത് സൊസൈറ്റിയുടെ ഒരു പരിപാടിയിൽ മാത്രമല്ല അതിന്റെ കാര്യങ്ങൾ പോകും. അപ്പൊ ആ പൈസ എനിക്ക് കൊടുക്കാറുണ്ട്. അതാണ് ഇപ്പോഴത്തെ വ്യവസ്ഥ. അപ്പൊ അത് വിപുലപ്പെടുത്തുന്നതിനുള്ള നടപടികളാണ്. അതിന്റെ ആദ്യ നടപടിയാണ് ഇപ്പോൾ ഈ അംഗത്വ ഫാറം വിതരണം ചെയ്തത്. അത് അംഗങ്ങളാകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകൾക്കും അതിനകത്ത് അംഗങ്ങളാകാം. അതിന്റെ കണ്ടീഷൻസ് എല്ലാം ആ ഫാറത്തിൽ വന്നു. പിന്നെ ജഗദ്ഗോപത്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു. ജഗദ്ഗോപൻ പറഞ്ഞ കാര്യങ്ങൾ പലതും നമ്മൾ നിവേദനങ്ങൾ പലർക്കും സംസ്ഥാന ബഹുമാനപ്പെട്ട മന്ത്രിക്ക് കമ്മ്യൂണിസ്റ്റ് ഇതിന്റെ ഒരു ഫയൽ നിറയെ അതിന്റെ പവറുകളാണ്. എനിക്കൊരു ഫയൽ നിറയെ പവറുകളാണ്. അതിന് കൂടുതൽ ചെറുതായി എന്ന് പറയുന്നത് സാധ്യമായ പ്രസിഡന്റ് മറുപടി പറഞ്ഞ ഇതിന്റെ തുടർച്ചയായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനായി കാസർഗോഡ് ജില്ലാ കമ്മിറ്റി അഭിപ്രായമായ IB പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്ത് CA ആക്കാൻ വേണ്ടി അത് ഇൻസ്പെക്ടറുടെ പോസ്റ്റ് നിലനിർത്തിക്കൊണ്ട് തന്നെയാണോ അതോ ഇൻസ്പെക്ടറുടെ പോസ്റ്റിനോടൊപ്പം CAയുടെ പോസ്റ്റുമാണോ എന്ന് വ്യക്തമായിട്ടാണോ നമ്മൾ നിലവിൽ കൊടുത്തിരിക്കുന്നത് CAയുടെ പോസ്റ്റ് വരുന്നതിന് വേണ്ടി തന്നെയാണ്. നിലവിലത്തെ അവസ്ഥയിൽ നമുക്കറിയാം അധികമായിട്ടൊരു തസ്തിക കൂടെ അനുവദിക്കാൻ ഗവൺമെന്റ് അനുവദിക്കുക എന്നുള്ള സംശയമാണ്. അതുകൊണ്ട് തന്നെ നിലവിൽ 4-5 തസ്തികയുള്ള ആ സ്ഥലത്ത് നമ്മൾ ഉദ്യോഗസ്ഥന്മാരുടെ എണ്ണം കൂടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പോസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. കുടുംബ സഹായനിധി നടപടി വന്നതാണ്. നമ്മൾ എല്ലാ കമ്മിറ്റികളിൽ ആ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിരുന്നു. എല്ലാ ഭാരവാഹികൾക്കും ലിസ്റ്റ് അംഗങ്ങൾക്ക് വിതരണം ചെയ്യുന്ന അംഗങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി കൊടുത്തിരുന്നതാണ്. അല്ലാതെ ഫോണിന്റെ ഭാഗമായിട്ട് ചേർത്തില്ല എന്ന് മാത്രമല്ല ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. കഴിഞ്ഞ സ്റ്റേറ്റ് കൗൺസിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. സ്റ്റാഫ് പാറ്റേൺ പുനർക്രമീകരിക്കുന്നതിനെ കുറിച്ച് വലിയ കുറിച്ചുള്ള അതിനെക്കുറിച്ച് പ്രസിഡന്റ് മറുപടി പറഞ്ഞു. ഗവൺമെന്റിനെ കേസെടുക്കുന്നതിനുള്ള അധികാരം നമുക്ക് ലഭിക്കണം എന്നുള്ള ഒരു ആവശ്യം വയനാട്ടിൽ നിന്ന് വന്നിരുന്നു. അത് സംബന്ധിച്ച് നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നിവേദനം കൊടുത്തിരുന്നതാണ്. പ്രസിഡന്റ് പറഞ്ഞാൽ നമ്മൾ പല നിവേദനങ്ങൾ കൊടുക്കുന്നുണ്ട്. അതെല്ലാം ഞാൻ ഉൾപ്പെടുത്താൻ കഴിയില്ലാത്തതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ആ സമയത്ത് ഒരു അനുകൂലമായ മറുപടി നൽകിയിട്ടില്ല. എങ്കിലും നമ്മൾ തുടർന്നും അത് റെപ്രസെന്റ് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും എല്ലാ ഭാഗത്തുനിന്നുള്ള ഒരു ആവശ്യമാണ്. കാരണം രാത്രികാലങ്ങളിൽ വാഹന പരിശോധന നടത്തുന്ന എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്ക് ഇതൊരു പ്രശ്നമായിട്ട് തന്നെ വരുന്നതായി നമുക്കറിയാം. നമുക്ക് ആ അധികാരം കിട്ടുകയാണെങ്കിൽ നിലവിലത്തെ സംവിധാനം ഉപയോഗിച്ച് തന്നെ ഗവൺമെന്റ് കൂടുതൽ റവന്യൂ എത്തിക്കാനും നമുക്ക് സാധിക്കുന്ന സത്യാവസ്ഥ തന്നെയാണ്. പക്ഷേ നിലവിൽ ഇതുവരെ ഒരു അനുകൂല തീരുമാനം നമുക്ക് ലഭിച്ചിട്ടില്ല. നമ്മൾ അത് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളതാണ്. തുടർന്നും അത് നേടിയെടുക്കുന്നതിനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നത്. എറണാകുളത്ത് നിന്ന് ഉള്ള കണക്കിൽ 1-2 വ്യക്തികൾ പറഞ്ഞത് അതിനായി പറഞ്ഞതുപോലെ 1 ലക്ഷം 50,000 രൂപ 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 1 ലക്ഷം 50,000 രൂപ
ഇതിലെ മെമ്പർഷിപ്പ് ഫീസിനൊക്കെ 63,720, 2,720 എന്നിങ്ങനെയാണ് ഇത് വന്നത്. 2012-13 13-14 പുതിയ മെമ്പർഷിപ്പ് ഫീ വന്നാൽ 2000 ജില്ലയാണ് വന്നിരിക്കുന്നത് 2,780 രൂപ. അത് അങ്ങനെ 2000 വന്നിരിക്കുന്നത് 2 വർഷത്തിലായതുകൊണ്ടാണ് ഒരു വ്യക്തത വരുത്താൻ വേണ്ടിയാണ് അങ്ങനെ 2000 വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ കോൺഫറൻസ് ഫണ്ടിന്റെ കാര്യത്തിൽ കഴിഞ്ഞ വർഷത്തെ കോൺഫറൻസ് ഫണ്ടാണ് 1,37,000 രൂപ. മറ്റു കോൺഫറൻസ് ഫണ്ട് 29,700 രൂപയാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ 2000 രൂപ വരുത്തിയിരിക്കുന്നത്. വെൽഫെയർ ഫണ്ടിന്റെ കാര്യത്തിൽ അത് തന്നെയാണ് 2012-13 13-14 2000 വ്യക്തത വരുത്തുന്നതിന് വേണ്ടി കാണിക്കുകയാണ്. ഞാൻ സൊസൈറ്റിയുടെ ഇനാഗുറേഷന്റെ കാര്യം ചെയ്യുക നിലവായി പറയുന്നത് ഞാൻ അവതരിപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞിരുന്നു. അന്നേ ദിവസം തന്നെ നമ്മുടെ 17 ദിവസത്തെ റിട്ടയർമെന്റ് ഫംഗ്ഷൻ ഉൾപ്പെടെ ബഹുമാനപ്പെട്ട മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്ത ചടങ്ങുകൾ നടക്കുകയുണ്ടായി. രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള റാവുണ്ടിലാണ് വന്നിരുന്നത്. ആ റാവിന്റെ വാടകയിൽ അന്ന് ഏറ്റവും കൂടുതൽ പങ്കെടുത്തിരുന്ന ഒരു വേദിയായിരുന്നു. ഭക്ഷണത്തിന്റെയും മറ്റ് എല്ലാ ചെലവുകളുടെയും കൂടിയാണ് 92,641. മെഡൽ നേടിയവരുടെ പേര് പ്രസിദ്ധീകരിക്കാം ആയിരുന്നു എന്ന് പറഞ്ഞത് അംഗീകരിക്കാവുന്നതാണെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്, അവർക്ക് അത് ഒരു അംഗീകാരമായി തന്നെ ഇരിക്കേണ്ടതെന്ന് തന്നെയാണ്. തീർച്ചയായും വരും കാലങ്ങൾ റിപ്പോർട്ടിൽ മെഡൽ നേടിയവരുടെ പേരുകൾ വെച്ച് തന്നെ നമുക്ക് റിപ്പോർട്ട് അവതരിപ്പിക്കാൻ സാധിക്കുമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നു. സ്വാഗത കഴിഞ്ഞ വർഷം സംസ്ഥാന സമ്മേളനം നടന്ന സ്വാഗത സംഘത്തിന് അർഹമായ അംഗീകാരം കേന്ദ്രീകരിക്കുന്നത് കൊടുത്തില്ല എന്ന് പരാതിപ്പെട്ടിരുന്നു. അത് എറണാകുളത്ത് പരാമർശിച്ചിരുന്നു. റിപ്പോർട്ടിൽ അത് നമ്മൾ പരാമർശിച്ചിട്ടുണ്ട്. പിന്നെ ജനറൽ കൺവീനർക്ക് പ്രത്യേകമായി ഒരു പരാമർശം റിപ്പോർട്ടിൽ ഇല്ലായിരുന്നു. അവരുടെ പൊതുവിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. കൂടാതെ സ്വാഗത സംഘം വീഴ്ചപ്പെടുന്നതിന് വേണ്ടി കൗൺസിൽ വിളിച്ച് അന്നേ ദിവസം പാലക്കാട് വെച്ച് നമ്മൾ അവർക്ക് വേണ്ട അർഹമായ അംഗീകാരം തന്നെ പരാമർശിച്ചിട്ടുള്ളത്. സൊസൈറ്റിയെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ കൂടുതലായി വിവരങ്ങൾ അതിനകത്ത് ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ചും പറയാൻ. കലാകായികമായി തീർച്ചയായും പ്രാധാന്യം ഒട്ടും കുറവ് അല്ല. സംഘടന അസോസിയേഷന്റെ ഒരു പ്രവർത്തനം മാത്രമല്ല, സ്റ്റാഫ് അസോസിയേഷന്റെ പ്രവർത്തനം കൂടി ഉൾപ്പെട്ടതാണ്. തീർച്ചയായിട്ടും സംഘടന മാത്രം നടത്തിയ ഒരു പരിപാടിയല്ല എന്നതുകൊണ്ടും കൂടിയാണ് അത് നമ്മൾ ഉൾപ്പെടുത്താറുള്ളത്. വരും കാലങ്ങളിൽ നമ്മുടെ ആവശ്യപ്രകാരം കമ്മിറ്റി അങ്ങനെ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും നമുക്ക് നിർദ്ദേശിക്കാവുന്നതാണ്. തീർച്ചയായും കഴിഞ്ഞ എല്ലാ കാര്യങ്ങളും വൻ വിജയം തന്നെയായിരുന്നു, സംശയവുമില്ല. പാലക്കാട് നിന്നുള്ള ഒരു പരാമർശം അട്ടപ്പാടിയിലെ പുതിയ വിങ് വരുമ്പോൾ ചെറുപ്പക്കാരെ നിയോഗിക്കണം എന്ന് പറഞ്ഞു. നമ്മുടെ നിലവിലെ സംവിധാനങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ്. ചെറുപ്പക്കാർ പോകാൻ തയ്യാറാണെങ്കിൽ ശരിയാണ്, ചെറുപ്പക്കാരെ നിയോഗിക്കാം. ബില്ലിങ്ങായിട്ട് ചെറുപ്പക്കാരുണ്ടോ? നമ്മുടെ ഏതെങ്കിലും ചെറുപ്പക്കാരെ ചെയ്യാനുണ്ടോ? അട്ടപ്പാടിയിൽ പോകാൻ തയ്യാറായിട്ടുള്ള ഒരു തസ്തികയിലോ ചെറുപ്പക്കാരുണ്ടോ? അങ്ങനെ വരാത്തൊരു സാഹചര്യത്തിൽ സ്വാഭാവികമായിട്ടും ആരെങ്കിലും ഒരാൾ പ്രവർത്തനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് മാർഗം. നിലവിൽ സംഘടനയിലെ ഒരു തീരുമാനം സാധാരണ ട്രാൻസ്ഫർ പോസ്റ്റിങ്ങുകളൊന്നും ഇടപെടില്ല എന്നത് നിലപാടിരിക്കുകയായിരുന്നു. എന്നാൽ റിട്ടയർ ചെയ്യാൻ ഒരു ദിവസം മാത്രം ബാക്കിയുള്ള ആളുകളുടെ വിഷയത്തിൽ അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ അവർക്ക് അനുകൂലമായ ട്രാൻസ്ഫറുകൾ നേടിക്കൊടുക്കുക എന്നുള്ള വിഷയത്തിൽ ഇടപെടുക എന്നാണ് സംഘടനയുടെ തീരുമാനം. അപ്പോൾ ആരും വിധിയാകാത്തതുമായ ഒരു വിധി എത്രമാത്രം ഇത് പ്രാവർത്തികമാക്കാൻ പറ്റും കഴിഞ്ഞിരിക്കുവാണെങ്കിൽ ചെറുപ്പക്കാരെ അവിടെ ചോദിക്കണം. ഈ പറഞ്ഞ ചെറുപ്പക്കാരുടെ എതിരാളികളുണ്ട്. ഈ 600ഓളം വരുന്ന സംഘടനയിൽ ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പ്രായോഗിക തലം നമ്മൾ ആലോചിക്കുന്നു. പ്രസിഡന്റ് ഒരു പ്രാവശ്യം പരാമർശിച്ചതാണ്. പാലക്കാട് നിന്നുള്ള അംഗം സജീവ് കുമാറിനെ മെഡൽ ലഭിച്ചിരുന്നു. അദ്ദേഹത്തിന് ആദരിക്കാൻ സംഘടനയ്ക്ക് കഴിഞ്ഞില്ല. സംഘടന ആവേശി അഗാധമായ കാര്യം പ്രകടിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞിരുന്നു അത് വരുവാൻ പാടില്ലാത്തതായ ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. അടുത്ത ഏറ്റവും അടുത്ത എനിക്ക് തോന്നുന്നു അതിന് വലിയ ഒരു ചടങ്ങിൽ വെച്ച് തന്നെ അദ്ദേഹത്തിന് അർഹമായ അംഗീകാരം നമ്മൾ കൊടുക്കുന്നതാണ്.
ഇടുക്കിയിൽ നിന്നുള്ള അഭിപ്രായങ്ങൾ എല്ലാവർക്കും ഒരുമിച്ച് കൂടാൻ കൂടുതൽ വേദികൾ എല്ലാവർക്കും അഭിപ്രായങ്ങൾ പറയാനായിട്ട് ഒരുമിച്ചുള്ള വേദികൾ ഉണ്ടാകണം. നിലവിലെ സാഹചര്യത്തിൽ സംസ്ഥാന സമ്മേളനത്തിന് ഒരു വർഷത്തിലൊരിക്കൽ നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ തന്നെ നമ്മുടെ പ്രാതിനിധ്യം 100ഓളം പേര് ഉള്ള ഈ സംഘടനയിൽ 200ഓളം പേര് മാത്രമാണ് എത്തിച്ചേരുന്നത്. അപ്പോ ഒന്നിലധികം പ്രാവശ്യം അങ്ങനെ കൂടിച്ചേരുന്ന സാധ്യതയുണ്ടോ എന്ന് നമ്മൾ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ ആ അഭിപ്രായം നമ്മൾ പുനഃപരിശോധിക്കേണ്ടിയിരിക്കുന്നു. ശരിയാണ്, പല അംഗങ്ങൾക്കും അവർക്ക് പറയേണ്ട കാര്യങ്ങൾ പറയാനുള്ള വേദികൾ ലഭിക്കുന്നില്ല എന്നുള്ളത് അത് നമ്മുടെ ജില്ലാ കമ്മിറ്റികളുടെ പ്രവർത്തനത്തിന്റെ ഒരു പൂർണ്ണതയില്ലായ്മ തന്നെയാണ് കാണിക്കുന്നത്. പല ജില്ലാ കമ്മിറ്റികളിൽ നിന്നും അർഹമായ പ്രതിനിധികൾ സംസ്ഥാന കൌൺസിലിൽ വരികയോ സംസ്ഥാന കൌൺസിലിൽ എടുക്കുന്ന തീരുമാനങ്ങളോ വിവരങ്ങളോ ഒന്നും ജില്ലാ കമ്മിറ്റികൾ റിപ്പോർട്ട് ചെയ്യുകയോ ജില്ലാ കമ്മിറ്റികൾ കൂടുകയും ചെയ്യാത്ത അവസരമൊന്നും നമുക്കറിയാം. തിരുവനന്തപുരം ജില്ല മാത്രമാണ് അതിന് ഒരു അപവാദമായി കഴിഞ്ഞ വർഷം പ്രവർത്തിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും ഈ റിപ്പോർട്ടിൽ നമ്മൾ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ പ്രവർത്തനത്തെ അംഗീകരിച്ചിട്ടുള്ളതാണ്. മറ്റ് ജില്ലാ കമ്മിറ്റികളും ഈ പാത പിന്തുടരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഡയറിയിൽ നമ്പർ തെറ്റായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. പ്രാവശ്യം അസോസിയേഷനല്ല, നമ്മുടെ സൊസൈറ്റിയാണ് രൂപീകരിച്ചത്. ഇവിടെ അസോസിയേഷനാണെങ്കിലും സൊസൈറ്റിയാണ്. നമുക്കറിയാം, ഡയറി പ്രസിദ്ധീകരിക്കുന്നതിന് ഒരു 6 മാസത്തിന് 4 മാസമെങ്കിലും മുമ്പേ സ്റ്റേറ്റ് കൌൺസിലുകൾ കൂടുമ്പോൾ പ്രതിനിധികളോട് നമ്മൾ പറയാറുണ്ട്. കഴിഞ്ഞ ഡയറിയിൽ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ അത് തിരുത്തി അതാത് ജില്ലാ കമ്മിറ്റികൾ പുതിയ അംഗങ്ങളുണ്ടെങ്കിൽ അവരുടെ പേരും അവരുടെ നമ്പറുകളും അതുപോലെ തന്നെ നമ്മുടെ പരസ്യം പിടിച്ച ആ പരസ്യവുമായി ഇത്ര രീതിക്ക് മുമ്പ് തീരുമാനം മുൻപേ ഏൽപ്പിക്കണം. പക്ഷേ ഈ കഴിഞ്ഞ വർഷം സ്ഥിതി എന്താണ് നമുക്കറിയാം, ഇതാരും ചെയ്യുന്നില്ല. ഇപ്പോൾ തന്നെ നമുക്കറിയാം, ഇപ്പോഴും കഴിഞ്ഞ വർഷത്തെ ഡയറി സ്വീകരിച്ച പരസ്യത്തിൽ പരസ്യം കൊടുത്തു 1.5 ലക്ഷത്തോളം രൂപ ഇപ്പോഴും കിട്ടാറുണ്ട്. അതാണ് അവസ്ഥ. ഡയറി നമ്പറിന്റെ വിവരങ്ങൾ വരുന്നതിനും നമ്മൾ അംഗങ്ങൾ മാത്രമാണ് ഉത്തരവാദികൾ. അതിനാരെയും പരിഗണിക്കാൻ കഴിയില്ല. അവരവരുടെ നമ്പറുകൾ തെറ്റായിട്ടുണ്ടെങ്കിൽ അത് അടുത്ത വർഷത്തെ നമ്മൾ ഡയറി തയ്യാറാക്കാൻ സഹായിക്കണമെങ്കിൽ ജില്ലാ കമ്മിറ്റികളെ അറിയിക്കുക. യഥാസമയം അത് ഡയറിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനെ അറിയിച്ചാൽ മാത്രമേ നമുക്ക് എത്താൻ സാധിക്കൂ. ഇത് എല്ലാവർക്കും തുറന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് എല്ലാവരും പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്നാണ്. പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്ന വിഷയത്തിൽ സംഘടനയുടെ കോൺട്രിബ്യൂഷൻ എന്തെന്ന് വ്യക്തത റിപ്പോർട്ടിൽ വന്നിട്ടില്ല എന്ന് കോട്ടയത്ത് നിന്ന് പരാമർശമുണ്ടായി. ശരിയാണ്, അതിൽ സംഘടന പ്രകാരമായിട്ടും അതിനകത്ത് റെപ്രസെന്റേഷൻ കൊടുത്തിരുന്നു എന്നുള്ളത് കൂടുതൽ വ്യക്തത വരുത്താമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു കാര്യങ്ങൾ തീർച്ചയായിട്ടും നമുക്ക് ആ കുറവുകൾ പരിഹരിക്കാവുന്നതാണ്. ജില്ലാ ഭാരവാഹികളുടെ ട്രാൻസ്ഫറിന്റെ കാര്യത്തിൽ പറഞ്ഞു. അതും മേഖലാ ഭാരവാഹികളുടെ ശരിയാണ്. ജില്ലാ ഭാരവാഹികളുടെ ട്രാൻസ്ഫർ നടക്കുന്ന സാഹചര്യത്തിൽ മേഖലാ ഭാരവാഹികളിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യങ്ങൾ നൽകാവുന്നതാണ്. അതോടൊപ്പം തന്നെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്ത് നമുക്ക് പ്രവർത്തനം ശക്തിപ്പെടുത്താവുന്നതാണ്. പോലീസ് തിരിച്ചു പിടിച്ചാൽ നടപടി സ്വീകരിക്കരുത് എന്ന് നമ്മൾ നിവേദനം കൊടുത്തു. അത് നടപടിയൊന്നും ഇതുവരെയില്ല. അത് ഇപ്പോഴും തുടരുന്നു എന്ന് ശരിയാണ്. പല നിവേദനങ്ങളും നമ്മൾ വർഷങ്ങളായി കൊണ്ടുവന്നിരിക്കുന്നു. അങ്ങനെ അതിന്റെ ഫലമായിട്ട് വീട്ടിലേക്ക് വർഷങ്ങളായി കൊടുത്ത നിവേദനത്തിന്റെ ഫലമായിട്ട് വീട്ടിലേക്ക് അനുബന്ധിച്ചു. ശരിയാണ്, നമുക്ക് പൂർണ്ണമായി പറഞ്ഞ നടപടി ഒഴിവാക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ പല വിഷയങ്ങളും നമുക്ക് അത് ഒരു പരിധിവരെ തടയാൻ സാധിച്ചിട്ടുണ്ട്. തുടർന്നും കൂടുതൽ നമ്മൾ ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്താവുന്നതാണ് എന്ന് ഞാൻ പറയുന്നു. മറ്റു പലരും പരാമർശിച്ചിരുന്ന പോലെ മദ്യപിച്ച് വാഹനം ഓടിക്കുന്നു, പൊതുസ്ഥലത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കുന്നതായ ഈ വിഷയങ്ങളിൽ ബഹുമാനപ്പെട്ട മദ്യപേരുടെ അനുകൂല തീരുമാനം നമുക്ക് പറഞ്ഞിട്ടില്ല. എങ്കിലും നമ്മൾ തുടർന്ന് പ്രവർത്തനം ചെയ്ത് അനുകൂലമായ നേരത്തെ പറഞ്ഞു മിനിമം മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന വിഷയത്തിൽ നടപടിയെടുക്കാനെങ്കിലും നമ്മളൊരു അധികാരം നേടിയെടുക്കാൻ നമ്മൾ തീർച്ചയായും ശ്രമിക്കും. ഈ ഒരു അടുത്ത സമ്മേളന കാലങ്ങളിൽ നമുക്ക് ആ അധികാരം ലഭിക്കുമെന്ന് തന്നെ ഉള്ള ഉത്തമ വിശ്വാസത്തോടുകൂടി ഞാൻ നിർത്തുന്നു. നമ്മുടെ എക്സൈസ് മണ്ഡലത്തിൽ ജനുവരി 15 ആഗസ്റ്റ് 15 എക്സൈസ് മണ്ഡലം പ്രഖ്യാപിക്കുകയും അത് റിപ്പബ്ലിക് ഡേ നൽകുകയും ചെയ്യുന്ന ഒരു രീതിയാണ്. അപ്പോൾ പ്രഖ്യാപിക്കുന്ന ശരിയാണ് ആഗസ്റ്റ് 15 മെഡൽ നൽകുകയും റിപ്പബ്ലിക് ഡേക്ക് പ്രഖ്യാപിക്കുകയും ചെയ്യുന്ന ഒരു രീതിയിലാണ് നടന്നിരുന്നത്. അപ്പോൾ നമ്മുടെ ഈ മെഡലിന്റെ
കാര്യം സ്റ്റേറ്റിലുള്ള എല്ലാവരെയും വിളിച്ചു പറഞ്ഞു. ഈ വർഷം നടന്നിരിക്കെ കുറെ ഫോട്ടോയും ഈ മൊമെന്റോ അടിച്ച് സർവേയും വന്നു. അപ്പൊ അങ്ങനെ ഒരു രീതിയിൽ ഉണ്ടായൊരു കൺഫ്യൂഷനിലാണ് യഥാർത്ഥത്തിൽ സജീവിന്റെ കാര്യം വിട്ടുപോയത്. ഞാൻ കൃഷ്ണകുമാറുമായിട്ട് അതിന്റെ ഒരു കാര്യം സംസാരിച്ചിരുന്നു. അപ്പൊ ഈ വർഷത്തെ കുറെ ഫോട്ടോയും സംസ്ഥാനം യഥാർത്ഥത്തിൽ ഏതൊക്കെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ലാതായി. തമ്മിൽ വളരെ അകലായതുകൊണ്ട് ആയതുകൊണ്ട് കണ്ട് പറഞ്ഞ് ചെയ്യാൻ പറ്റും. ഇൻക്രിമെന്റ് ലഭിക്കാത്ത അവസ്ഥയിലാണ്. ഇതിന് കാരണമായി പറയുന്നത് ഇൻസ്പെക്ടർ പോസ്റ്റുകൾ റിവൈസ് ചെയ്തിട്ടില്ല എന്നാണ്. സമയബന്ധിതമായി ഈ പ്രശ്നം പരിഹരിക്കുന്നതിനായി സംസ്ഥാന കൌൺസിൽ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവതാരകൻ സെക്രട്ടറി തൃശൂർ ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി സെക്രട്ടറി ശ്രീ പി എൽ ജോസ്, അനുവാദകൻ ശ്രീ ജിജി പോൾ, എക്സൈസ് ഇൻസ്പെക്ടർ തിരുങ്ങാലൂർ. ആർക്കും ഒരു തത്വം പ്രത്യേകിച്ച് ഒരു ബാധ്യതയൊന്നും ഇല്ലാത്ത സമയമാണ്. കാരണം ഇതിലെ ഒരു സാധാരണ പ്രോസസിന്റെ ഭാഗമായി ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് ഈ പ്രമേയം നമുക്ക് പൂർണ്ണമായി സ്വീകരിക്കാം. 3 മറ്റേ അഭിപ്രായമൊന്നുമില്ലല്ലോ പറയാൻ. 3 ഏറെ പ്രതീക്ഷയോടെ നടപ്പിലാക്കിയ ബസ് വാഹനം ബീക്കൺ ലൈൻ എന്നിവ നടപ്പിലാക്കുന്നതിന് നിലവിലുള്ള അറ്റത്തും ഒഴിവാക്കി 2 പ്രായോഗികമാക്കുന്നതിനുള്ള അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അവതാരകൻ സെക്രട്ടറി ശ്രീ പി എൽ ജോസ്, അനുവാദകൻ ശ്രീ പി ബാബു, സർക്കിൾ ഇൻസ്പെക്ടർ വടക്കാഞ്ചേരി. ബീക്കൺ ലൈറ്റിനെ സംബന്ധിച്ചുള്ള നടപടികളൊക്കെ അവസാന ഘട്ടത്തിലാണ്. അതിനുള്ള അനുമതി വന്നു കഴിഞ്ഞു. 5000 രൂപ വരെയുള്ള ബീക്കൺ ലൈറ്റ് ഒരു കമ്മീഷൻ അംഗീകരിച്ച ബീക്കൺ ലൈറ്റ് കഴിഞ്ഞ കോൺഫറൻസിലൊക്കെ പ്രദർശിപ്പിച്ചിരുന്നു. അത് നമുക്ക് വാങ്ങിക്കാനുള്ള എൻഫോഴ്സ്മെന്റ് മേഖലയിൽ എൻഫോഴ്സ്മെന്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് അത് സംബന്ധിച്ച് കൂടുതൽ വിശദീകരണം. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ പഠിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് അത് കമ്മീഷണർ ഡയറക്ടർ കൊടുത്ത് സർക്കാർ പഠിപ്പിക്കും. പക്ഷേ ഇപ്പോൾ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. എൻഫോഴ്സ്മെന്റ് വാഹനങ്ങളിൽ, എൻഫോഴ്സ്മെന്റ് സ്കോർ വാഹനങ്ങളിൽ ലീഗലായിട്ട് പഠിപ്പിക്കുന്നതിന് തടസ്സമില്ല. പക്ഷേ ഇത് ദുരുപയോഗം ചെയ്യാൻ പാടില്ല. ഓഫീസർമാരില്ലാത്ത അവസ്ഥയിലോ അല്ലെങ്കിൽ ഡിഗ്നിറ്ററീസ് ഇല്ലാത്ത അവസ്ഥയിലോ ഈ ലീഗൽ വാഹനങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ള പ്രശ്ന നിയന്ത്രണത്തോടുകൂടി അത് പഠിപ്പിക്കുന്നതിന് അനുവാദം മോട്ടോർ ട്രാൻസ്പോർട്ട് വകുപ്പ് വന്നിട്ടുണ്ട്. അതിന്റെ കമ്മ്യൂണിക്കേഷൻ നമ്മളെല്ലാ ഡെപ്യൂട്ടി കമ്മീഷണർമാർക്ക് മെയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇത് വാങ്ങിക്കുന്നതിന് വേണ്ടി സ്റ്റോർ പർച്ചേസ് കോഡ് പ്രകാരം എല്ലാ ജോയിന്റ് എക്സൈസ് കമ്മീഷണർമാരെയും അധികാരപ്പെട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ഫീൽഡ് യൂണിറ്റിലെ എൻഫോഴ്സ്മെന്റ് സ്കോഡ് വെഹിക്കിൾസിന് ഇത് വാങ്ങി ഫിക്സ് ചെയ്യുന്നതിന് ഇപ്പോൾ നമ്മളൊരു നിർദ്ദേശം കമ്മീഷന് നൽകിയിട്ടുണ്ട്. അതനുസരിച്ച് അവർക്ക് വാങ്ങിച്ചു വെച്ച് ബില്ല് ക്ലെയിം ചെയ്യാൻ ജോയിന്റ് എക്സൈസ് കമ്മീഷണർമാർ ഈ ബില്ല് മാറുന്നത് 5000-ന് താഴെയുള്ളതാണെങ്കിൽ ജോയിന്റ് എക്സൈസ് കമ്മീഷണർമാർക്ക് അധികാരമുണ്ട്. അവരത് അതിന്റെ ബില്ല് മാറുന്നതാണ്. അപ്പൊ അതിനെ സംബന്ധിച്ച് മറ്റൊരു നടപടി ആവശ്യപ്പെട്ടില്ല. അർത്ഥപ്രയം 2019 ഓണക്കാലത്ത് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ വിവിധ ഓഫീസുകളിൽ ഓപ്പറേഷൻ ടീം എന്നതിന്റെ വിജിലൻസ് ട്രെയിൻ നടത്തുകയും ക്ലറിക്കൽ വീഴ്ച പോലും റിപ്പോർട്ട് ചെയ്യുകയും നടപടികളിലേക്ക് ശുപാർശ ചെയ്തിരിക്കുകയാണ്. ഇത് പല ഓഫീസർമാരുടെ ഗ്രേഡ് പ്രൊമോഷൻ എന്നിവ ബാധിക്കുകയും ഉദ്യോഗസ്ഥരുടെ നിലവിൽ നിലനിർത്തുകയും ചെയ്തിരിക്കുന്നു. അതിനാൽ ഇതിന്റെ സംസ്ഥാന കൗൺസിൽ അടിയന്തരമായ ഇടപെട്ട് നടപടികൾ സ്വീകരിക്കണമെന്ന് ഈ യോഗം ആവശ്യപ്പെടുന്നു. ഒരു തെരഞ്ഞെടുപ്പാണ് ഇവിടെ നടന്നത്. തിരഞ്ഞെടുക്കപ്പെട്ടവരെല്ലാം തന്നെ വളരെ കാര്യശേഷിയോടുകൂടി കാര്യശേഷി തെളിയിച്ചിട്ടുള്ളവരാണ്. ഒരു വിഭാഗീയതയില്ലാതെ നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങളിൽ ഒറ്റക്കെട്ടായി നമുക്ക് മതിയായിട്ടുള്ള ആവശ്യങ്ങൾ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഇന്ന് ഫേസ് ചെയ്യുന്ന ന്യൂനതകൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജീവനക്കാരുടെ മൊത്തത്തിലുള്ള വെൽഫെയറിന് വേണ്ടി എല്ലാവരും ഒറ്റക്കെട്ടായി ശ്രമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നിവിടെ തിരഞ്ഞെടുത്ത എല്ലാവരെയും അനുമോദിച്ചുകൊണ്ട് ഞാൻ പെരുമാറുന്നു. നന്ദി, നമസ്കാരം. ഇനി അടുത്ത KSB മുൻ പ്രസിഡന്റ് നിങ്ങളുടെ സംസാരിക്കുക. ബഹുമാന്യനായ ആദരണീയനായ ശ്രീ ഇന്ന് ഇവിടെ തെരഞ്ഞെടുക്കപ്പെട്ടുള്ള നമ്മുടെ പ്രിയരായ ബന്ധു, മറ്റ് മാനവമായ സുഹൃത്തുക്കൾ, കഴിഞ്ഞ 2 വർഷക്കാലം ഇതിന്റെ സംഘടനയുടെ നേതൃത്വം
കൈകാര്യം ചെയ്ത് ഒട്ടേറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിഞ്ഞു, പല കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല. എങ്കിൽ പോലും വളരെ സന്തോഷമുണ്ട് 2 വർഷക്കാലം ഈ സംഘടനയുടെ നേതൃത്വം നൽകാൻ കഴിഞ്ഞു. പുതിയ കമ്മിറ്റി പലരും പഴയ കമ്മിറ്റിയിലുള്ളവരാണ്, അവര് മുൻ പരിചയമുള്ളവരാണ്. ചന്ദ്രു കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്നതാണ്. ചന്ദ്രുവിന്റെ ഈ പരിചയ സമ്പന്നത നമ്മുടെ സംഘടനയെ കൂടുതൽ കാര്യശേഷിയോടുകൂടി ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും അതുപോലെ തന്നെ നിലവിലുള്ള വൈസ് പ്രസിഡന്റുമാരായ ജേക്കബ് ജോൺ, മറ്റ് തുല്യൻ പഴയ കമ്മിറ്റികളാണെന്നാണ് അവരും ഈ കാര്യത്തിൽ വളരെ കാര്യപ്രാപ്തരാണ്. ശ്രീ ഈ അനുഭവമാനെ സംബന്ധിച്ച് ഞാൻ ആരോട് പറഞ്ഞേണ്ട കാര്യമില്ല. ഈ സംഘടന ഉണ്ടായപ്പോൾ ആദ്യത്തെ സെക്രട്ടറിയായി ചെയ്യാൻ അനുഭവമാണ്. മറ്റ് ഏതൊരു പ്രവർത്തനക്കാരും അല്ലെങ്കിൽ ഒരു സംഘാടകരെക്കാളും വളരെ നന്നായി സംഘടനാ പ്രവർത്തനം നടത്താൻ അറിയാവുന്ന ആളാണ് ശ്രീ അനിൽകുമാർ. അനിൽകുമാർ സേവനം നമുക്ക് കിട്ടാതെ പോയി 1-2 വർഷം എന്നുള്ളത് മാത്രമാണ് ഒരു ദുഃഖകരമായത്. ശ്രീ അനിൽകുമാർ കുറിച്ച് ഈ സജീവമായ ഈ സംഘടനയുടെ സാന്നിധ്യമായ ആളുകൾ ഈ സംഘടനയ്ക്ക് വളരെയധികം പ്രയോജനം ചെയ്യും എന്നാണ് എൻ്റെ വിശ്വാസം. അത്തരത്തിലുള്ള തീരുമാനമുണ്ടായത് വളരെ നന്നായി. ശ്രീ അനിൽകുമാർ പലപ്പോഴും പിന്തിരിഞ്ഞു പോകുന്ന അവസ്ഥയുണ്ടായിരുന്നത്. ഇപ്രാവശ്യം ഇക്കാര്യത്തിൽ നമ്മുടെ സംഘടനയ്ക്ക് അനിൽകുമാറിന്റെ സേവനം ലഭ്യമാകുന്നത് വളരെ നന്നായിരിക്കും. അത് പരമാവധി പ്രയോജനപ്പെടുത്തുകയാണ് വേണ്ടത്. അതുപോലെ പുതിയ ആളുകളായിരുന്ന അജയ്ക്ക് പ്രൊഫസറുടെ ജോലി കയ്യിൽ അത് ഭദ്രമാണ്. കാര്യങ്ങൾ വളരെ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞു. അജയും ആ കാര്യത്തിൽ ഒരു നമുക്ക് മുതൽക്കൂട്ടായി. ശ്രീ സുകുമാർ, ജോസോട്ട, ശ്രീ മോഹൻ നായർ എല്ലാവരും തന്നെ സംഘടനാ പ്രവർത്തനങ്ങൾക്ക് മുൻ പരിചയമുള്ളവരാണെന്ന് എനിക്കറിയാം. അവർ മുമ്പ് പല സംഘടനകളിലും വിദ്യാർത്ഥി സംഘടനകളൊക്കെ പ്രവർത്തിച്ച് മുൻ പരിചയമുള്ളതാണ്. പോറ്റി കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സംഘടനാ പ്രവർത്തനം നടത്തി മുൻ പരിചയമുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ നല്ല ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുവാൻ കഴിവുള്ള ഒരു കമ്മിറ്റിയാണ്. ഇതിന് ഈ കമ്മിറ്റിക്ക് ഞാൻ നിർലോഭമായ സഹായ സഹകരണങ്ങൾ നൽകും. ഇവർക്കുള്ള അഭിനന്ദനയ്ക്ക് വേണ്ടിയും അതുപോലെ ഈ കമ്മിറ്റിയുടെ പൊതുവായ താല്പര്യങ്ങൾ സംരക്ഷിക്കണം. കേരളത്തിലെ എക്സൈസ് ഓഫീസർമാരുടെ ക്ഷേമങ്ങൾക്ക് വേണ്ടിയും ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കുന്നതിന് വേണ്ടിയും എന്തെങ്കിലും പാകപ്പഴങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കുന്നതിനുള്ള ആത്മാർത്ഥമായ സഹായ സഹകരണങ്ങൾ നൽകിക്കൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരളത്തിലെ എക്സൈസ് ഓഫീസർ അസോസിയേഷന്റെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഭരണാധികാരി ജോയിന്റ് എക്സൈസ് കമ്മീഷണറായ ശ്രീമാൻ സാർ, മുൻ പ്രസിഡന്റ് ശ്രീ സുരേഷ് സാർ, വേദിയിലിരിക്കുന്ന ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ട വൈസ് പ്രസിഡന്റുമാരെ, സെക്രട്ടറിമാരെ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയമുള്ള കേരളത്തിലെ എക്സൈസ് ഓഫീസർ അസോസിയേഷന്റെ കൗൺസിൽ അംഗങ്ങളെ, മറ്റ് പ്രതിനിധികളെ, കേരളത്തിലെ എക്സൈസ് ഓഫീസേഴ്സ് അസോസിയേഷന്റെ 34ാമത് സമ്മേളനത്തിലെ അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റായി എന്നെ തിരഞ്ഞെടുക്കുന്നതിലേക്കായി എല്ലാവരുടെ സ്നേഹവും ആദരവും നന്ദി രേഖപ്പെടുത്തുന്നു. ആ നന്ദി ഞാൻ സൂക്ഷിക്കുന്ന പറഞ്ഞു. അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുക്കപ്പെട്ട കമ്മിറ്റിയുടെ പ്രവർത്തനം എന്തായിരിക്കണം എന്നുള്ള കാര്യത്തിൽ തീരുമാനിക്കുന്നത് പ്രധാനമായും ജില്ലാ കമ്മിറ്റികളാണ്. ജില്ലാ കമ്മിറ്റികൾ അവരുടെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തീർത്തും അവരുടെ കൂടി ഞങ്ങളെ കമ്മിറ്റി അറിയിച്ചു. അതുപോലെ തന്നെ സ്റ്റേറ്റ് കൗൺസിലും ജില്ലാ സംസ്ഥാന എക്സിക്യൂട്ടീവ് പരമാവധി അംഗങ്ങൾ പങ്കെടുത്ത് ഞങ്ങൾക്ക് വേണ്ട എല്ലാവിധ നിർദ്ദേശങ്ങളും നൽകിയെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് ശരിയാവുന്ന പ്രവർത്തിച്ചിട്ടുള്ള തീർച്ചയായും നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവുന്നു. അതുപോലെ തന്നെ എന്റെ കൂടെയുള്ള ആൾക്കാർ, മറ്റ് ഭാരവാഹികൾ എല്ലാവരെയും ഈ എല്ലാം നിങ്ങളുടെ എക്സൈസ് വകുപ്പുമായി എല്ലാവരെയും സഹായിച്ചു ആത്മാർത്ഥമായി ക്ഷണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ തന്നെ ഞങ്ങൾ പ്രതിനിധിച്ചിട്ടുള്ള കാര്യങ്ങളിലൂടെ അദ്ദേഹത്തോടും നമ്മൾക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അദ്ദേഹത്തിന്റെ പ്രത്യേകിച്ചുള്ള സഹകരണം വേണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ വാദിക്കുന്നു. നന്ദി, നമസ്കാരം. ഭരണാധികാരി സ്ഥാനമൊഴിയുന്ന പ്രസിഡന്റ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട വേദിയിലുള്ള സംഘടനയുടെ പ്രിയ ഭാരവാഹികൾ, സഹപ്രവർത്തകർ,
വിശ്വാസം പറഞ്ഞതുപോലെ ഞാനൊരിക്കലും ഒഴിഞ്ഞുമാറി പോയിട്ടില്ല. പല സമയങ്ങളിലും പിന്നെ 2 വർഷങ്ങൾ പലപ്പോഴൊക്കെ സുഹൃത്തുക്കളൊന്നും പരാതി എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്നോട് ആവശ്യപ്പെട്ട സമയത്ത് ഞാൻ ഈ ഭാരവാഹിത്വങ്ങളിൽ നിന്ന് ഒഴിഞ്ഞുപോയി എന്നുള്ളതാണ്. സത്യത്തിൽ പലപ്പോഴും സംഘടനകളെ ഒത്തൊരുമിച്ചുള്ള പോക്കിൽ, കാരണം ഞാൻ ഇതിനെ കാണുന്നത് പണ്ട് എങ്ങനെയെന്ന് എന്തൊക്കെ ആയിരുന്നെങ്കിലും 2003 ശ്രീ സുധാ സാറ് മുൻകൈയെടുത്ത് ഇതിനെ യോജിപ്പിക്കുമ്പോൾ അന്ന് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്ന ഇനി വേണ്ടിയുള്ള ഒരേ ഒരാൾ, ആദ്യത്തെ ആ മീറ്റിംഗുകളിൽ ഒരേ ഒരാൾ ഞാൻ മാത്രമാണ്. ഷിയാബി സാർ, വർഗീസ് സാർ, സുധാ സാർ, മോഹൻകുമാർ സാർ, പ്രൊഫസർ ശശിശേഖരൻ സാർ, 3 പേരാണ് ആദ്യത്തെ കമ്മിറ്റിയിൽ യോജിക്കുന്നതിന് വേണ്ടി ആദ്യത്തെ കമ്മിറ്റി കൊടുക്കുന്നത്. ഞാൻ കമ്മീഷൻ അസിസ്റ്റന്റ് ഇൻസ്പെക്ടറായിട്ട് പരിശോധിച്ചു നോക്കുന്ന സമയമായിരുന്നു വിശേഷിച്ചത്. അപ്പൊ അന്ന് ഇത് യോജിപ്പിക്കുവാൻ ഒരുപാട് വിട്ടുവീഴ്ചകളും ചർച്ചകളും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒരിക്കലും യോജിക്കാത്ത അവസ്ഥകളായിരുന്നു. ഒരുപാട് മുൻകൈയെടുത്ത് അന്ന് ഒരുപാട് പേരുടെ സഹായവും സഹകരണവും ഇത് യോജിപ്പിച്ച സംഘടന ഒരിക്കൽ പോലും എന്റേതായ ഒരു കാര്യങ്ങളും വേറിട്ട് പോയത് തങ്ങളിൽ തിരിയരുത് എന്നുള്ള ഒരു നിർബന്ധം കൊണ്ടാണ് പല സമയങ്ങളിലും ഞാൻ ഈ മുൻനിരയിൽ നിന്നും ഒഴിഞ്ഞുമാറി എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഇതുവരെ ഏൽപ്പിച്ചിട്ടുള്ള ഒരു ചുമതലയും ഈ 10 വർഷം സംഘടന ഉണ്ടായപ്പോൾ ഞാൻ എന്നുമായിട്ടുള്ള ഏത് പ്രവർത്തനം ഞാൻ ഉണ്ടായിട്ടുള്ളത് അത് ഈ അവസാനം നടന്നിട്ടുള്ള ഒരു 2 ജനറൽ കൗൺസിൽ സ്റ്റേറ്റ് കൗൺസിൽ യോഗങ്ങൾ മാത്രമാണ് എന്റെ പ്രസൻസിലാകുന്നത്. ബാക്കി ഏത് കമ്മിറ്റി എവിടെ വന്നാലും ഒരു സംഘടനാ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ ഞാൻ പങ്കെടുക്കാത്തതിന് വളരെ വിഷമകരമായ എന്നെ വ്യക്തിപരമായ ചില വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ്. പിന്നെ പ്രസിഡന്റായിരിക്കുന്ന സമയത്തും സലീമാ സാർ പ്രസിഡന്റായിരിക്കുന്ന സമയത്തും ഞാൻ ഇതിലൊരു ഭാരവാഹികളില്ലാതിരിക്കുന്ന സമയത്തും എന്നെ ഏൽപ്പിച്ചിട്ടുള്ള ഏത് ചുമതലയും ഞാൻ ഇതുവരെ എന്നാൽ കഴിയും